ചാവക്കാട് ബീച്ച് വിസിറ്റ് ചെയ്ത് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടാ. അങ്ങനെ ഫുഡൊക്കെ ഇറങ്ങിയതാട്ടാ. ഫുഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനാണ്. എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നത് കൊടുങ്ങല്ലൂര് ചേരമാൻ മസ്ജിദിന്റെ സമീപത്താണ്. ഇതാണ് ആ കാണുന്ന കേട്ടാ ചേരമാൻ മസ്ജിദിന്റെ പള്ളി. പണ്ടത്തെ ആദ്യത്തെ പള്ളിയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ്. അതാണ് ആ കാണുന്നത്. അതിന്റെ ഖബർസ്ഥാനാട്ടത്. ഇതാണ് പള്ളി. ഞാൻ കാണിച്ചുതരാം. അതിന്റെ പിറകു ബസ്സാട്ടത്. ഇതാണ് പണ്ടത്തെ ചേരമാൻ മസ്ജിദിന്റെ പള്ളി. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ്. കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ചേരമാൻ മസ്ജിദിന്റെ മുമ്പിലാണ്. ഇതാണ് ചേരമാൻ ജുമാ മസ്ജിദ്, കേരളത്തിലെ ആദ്യത്തെ പള്ളിയാട്ടത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ യൂസുഫ്. ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂര് ചേരമാൻ മസ്ജിദിന്റെ അടുത്താട്ടാ. ഇത് ചേരമാൻ മസ്ജിദിന്റെ ബാക്ക് സൈഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുളവുമുണ്ട്. കുളത്തിൽ നിറയെ മീനുകളുണ്ട്. പക്ഷേ കുളത്തിലെ മീനുകൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കരുതെന്ന് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത്രത്തോളം ഫുഡ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ കുളം കേടുവരും. അതുപോലെ ഫുഡ് ഇട്ട് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ പള്ളി എന്നറിയപ്പെടുന്ന ചേരമാൻ മസ്ജിദിന്റെ ബാക്ക് ഭാഗാട്ടോ ഇവിടെ. അങ്ങനെ അടുത്തതായിട്ട് ലുലു മാളിലാട്ടാ. ലുലു മാളിന്റെ പുറത്താണത്. ലുലു മാൾക്ക് ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കണേ. കണ്ടില്ലേ? ലുലു മാളിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടാ. ഇതാ ലുലു മാളിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് കണ്ട് നേരെ അടുത്ത സ്ഥലത്തേ പോവും. എടുക്കാം. ലുലു മാളിന്റെ ഉള്ളിലെ കിഡ്സ് പാർക്കിലേക്കാണ് പോകേണ്ടത്. കുട്ടികളെല്ലാവരെയും കിഡ്സ് പാർക്കിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് കിഡ്സ് പാർക്ക്. കണ്ടില്ലേ? ഇതാണോ നമ്മളെല്ലാവരും വരുന്നുണ്ടാ. ഇതാണോ ഇതാണ് പാർക്ക്. നമ്മളെ കൂടെ വന്ന 50ഓളം കുട്ടികളുണ്ട്. അവരെയൊക്കെ കയറ്റാനുള്ള പരിപാടിയിലാണ്. ലുലു മാളിന്റെ ഉള്ളിലുള്ള ചെറിയ പാർക്കാണ്ടത്. ആ ഇപ്പൊ ലുലു മാളിന്റെ ഉള്ളില് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിൽ ഇങ്ങനെ കൊണ്ടുപോകട്ടാ. എന്താ കുട്ടികളാ എല്ലാരും ഉണ്ട് കേട്ടാ. അതെ, എല്ലാരും ഉണ്ട്. എല്ലാരെയും കൊണ്ടുപോകണേ. ആ
ബാക്ക് പോയിക്കിട്ടല്ലോ. ഞാൻ വീഡിയോ എടുത്താണോ? ബാക്കും ഉണ്ടോ? പേടിച്ചാണോ? പേടിയൊന്നുമില്ല. അങ്ങനെ ലുലുമാളൊക്കെ കണ്ട് കുട്ടികൾക്ക് കുറച്ച് റൈഡൊക്കെ കയറ്റി എല്ലാം റിട്ടേൺ വന്ന് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇതോട്ടെ നമുക്ക് റൈഡൊക്കെ സൗജന്യമായിട്ടാണ് വില ലഭ്യമാക്കിയത്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ച് ആളുകളോട് വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എത്തിട്ടാ. ഇവിടെ ഒരു ബോട്ട് യാത്രയും കൂടി ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ബസ്സിലാണ് വന്നിട്ടാ. ഇതവിടെ ആളുകളെ ഇറക്കുന്നുണ്ട്, കണ്ടില്ലേ? ഒരു ബസ് നടന്ന ആളെ ഇറക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ബോട്ട് യാത്രയും കൂടി, അതോടുകൂടി ഞങ്ങളെ ഈ ഒരു യാത്ര അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.